ആദ്യം ശ്രീ സുഭാഷ് ബാബുവിലേക്കാണ് പോകുന്നത്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന സംഭവം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചിലർക്കൊക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അവരെ കസ്റ്റഡിയിലെടുത്തു. ഒന്ന് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യരും ചേർന്നാണ് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിലുള്ള സൂചനകൾ, ചിത്രങ്ങൾ ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ചില സൂചനകൾ നൽകി ഇതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞത്. അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ കേസിന് ആധാരമായ കേസിലെ പ്രതി എവിടെ പോയി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് പോലീസിന് അറിയില്ല. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ, പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. എങ്ങനെയാണ് പോലീസിന്റെ ഇതുവരെയുള്ള നീക്കങ്ങളെ അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കേസിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചുള്ളൂ അദ്ദേഹത്തിന് ഒളിവിൽ പോകാനും അതേപോലെ തന്നെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാനുമുള്ള സൗകര്യമാണല്ലോ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒളിവിൽ പോകുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പല കേസുകളും ഗൗരവതരമായ കേസുകളിൽ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ റിമാൻഡ് ചെയ്യപ്പെടുമെന്നുള്ള കേസുകളിൽ മിക്കവാറും പ്രതികൾ സാധിക്കുമെങ്കിൽ അവരൊക്കെ ഒളിവിൽ പോകുന്നതാണ്. നമ്മളെ അതിന് വേണ്ടിയിട്ടാണല്ലോ 1973 ശേഷം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്നൊരു പ്രൊവിഷൻ അതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് നിയമപരമായിട്ട് കുറ്റമൊന്നും പറയില്ല. അതിനകത്ത് ധാർമ്മികത പറയാം, സാമൂഹ്യമായിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിച്ചുകൂടുക, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞാലും നിയമപരമായിട്ട് പറയുമ്പം അത് തെറ്റായിട്ട് നമുക്ക് കണക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അത് അദ്ദേഹം വിനിയോഗിക്കുന്നു എന്നതിനപ്പുറം അതിനകത്ത് പറയാനില്ല. പക്ഷേ അദ്ദേഹം ഒളിവിൽ പോയി എന്ന് പറയുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ പിടിക്കാൻ പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് വ്യാപകമായിട്ട് ശ്രമം നടത്തിയിരുന്നു ആദ്യം. പക്ഷേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കോടതി സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം പല കോടതികൾ നമ്മളെ ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി, സുപ്രീം കോടതി വരെ വളരെ വിമർശിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇത്രയും നാൾ പിടിക്കാൻ പറ്റില്ല, ഇവിടെ അപേക്ഷ കൊണ്ട് തന്നപ്പോൾ നിങ്ങൾക്ക് എന്താ 2 ദിവസം കാത്തിരുന്നുകൂടെ എന്നാണല്ലോ സാധാരണ ഇത് ചോദിക്കുന്നത്. പിന്നെ അതിനകത്ത് വളരെ വിമർശനാത്മകമായിട്ട് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ അല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പോലീസിൻ്റെ നടപടിയെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ ഒരു മെല്ലപ്പോക്ക് നയം ഉണ്ടാകും. അത് ഈ കാലത്തിൽ ഉണ്ടായിട്ടുണ്ടായേക്കാം. അല്ലാണ്ട് വ്യാപകമായിട്ട് ഇപ്പോൾ തെരച്ചിലൊന്നും നടക്കുന്നില്ല, സെർച്ച് നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രതിക്ക് വേണ്ടിയിട്ട് കൂടെ ആകാം. അങ്ങനെ ഒരു കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് നമ്മൾ അതിനെ കാണേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് സാധാരണഗതിയിൽ ആദ്യം വളരെ വ്യഗ്രതയോട് വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടാലാണല്ലോ ഈ കേസിൻ്റെ ഗൗരവം യഥാർത്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്, അതിലെ പോലീസിൻ്റെ കഴിവ് ബോധ്യപ്പെടുന്നത്. അതിനവരെ കൊണ്ട് അവർ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ന്യൂനതയായിട്ട് വേണമെങ്കിൽ നമുക്ക് പോലീസിനെ കാണാം. അത് ന്യൂനതയെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിക്കാൻ തയ്യാറുള്ള. അവർ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അത് എപ്പോഴും സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇനിയും ഈ പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളിപ്പോൾ പീഡിത അല്ലെങ്കിൽ ഇര എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചില വകുപ്പുകളിൽ ഇപ്പം റേപ്പ് സംബന്ധിച്ച കേസുകൾ, അതേപോലെ തന്നെ അത് സംബന്ധമായ കുറേ BNS 64 മുതൽ താഴോട്ടുള്ള 71 വരെയുള്ള വകുപ്പുകൾ സംബന്ധിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ഐഡൻറ്റിറ്റി, അവരെ തിരിച്ചറിയാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വിവരവും, ഇന്ന സ്ഥലക്കാരിയാണ്, ഇന്ന ജോലിക്കാരിയാണ്, ഇന്നിടത്താണ് ജോലി എടുക്കുന്നത്, ആ രീതിയിലുള്ള എന്തും അവരെ സാധാരണ ബുദ്ധിയിൽ അന്വേഷണം ഒരു വ്യക്തിക്ക് അവരെ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വിവരവും കൊടുക്കാൻ പാടില്ല. അങ്ങനെ വിവരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പഴയ IPC 228A 1-2 എന്ന വകുപ്പിലും അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ ഇപ്പോൾ പുതിയ BNS പ്രകാരവും അത് കുറ്റം തന്നെയാണ്. അത് 72 BNS എന്ന് പറയുന്ന വകുപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു കുറ്റമാണ്. ആ കുറ്റമായ രീതിയിൽ അതുപോലെ തന്നെ അത് നമ്മൾ ഡിജിറ്റൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബ് അതേപോലെ ഫോണിൽ കൂടെ ഒക്കെ അത് പ്രസിദ്ധം ചെയ്തു അല്ലെങ്കിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് IT ആക്ട് പ്രകാരം സെക്ഷൻ 72 പ്രകാരവും പോലീസ് കേസെടുക്കുക. അതിൽ തെറ്റൊന്നുമില്ല. അത് ചെയ്തത് പോലീസിൻ്റെ നടപടി വളരെ ഉചിതമാണ്, അനിവാര്യമാണ്. അതെന്തായാലും ശരി, അത് ചെയ്യേണ്ടതായിരുന്നു. അതവർ ചെയ്തു, അത് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് അതിനുശേഷം ഇനിയിപ്പം ചോദ്യം ചെയ്യുക. ഈ വകുപ്പുകളൊക്കെ 3 കൊല്ലത്തിന് താഴെ 3 കൊല്ലം അതിന് താഴോട്ടാണ് ശിക്ഷയുള്ളത്. അപ്പോൾ അതുകൊണ്ട്
അതൊക്കെ ജാമ്യമുള്ള കുറ്റമാണ്. ജാമ്യമുള്ളത് കൊണ്ടാണ് അവരാരും ഒളിവിൽ പോകാത്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവർ വിളിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഈ ഓരോ വീഡിയോ പ്രകാരം ഈ പറയുന്ന വ്യക്തി, ഇപ്പം രാഹുൽ ഈശ്വരായാലും ശരി, സന്ദീപ് വാര്യരായാലും ശരി, ഇനിയും ബാക്കി പറയുന്ന 3 പ്രതികളും അവരുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലാണ് ഇത് പ്രസിദ്ധം ചെയ്തത്, അല്ലെങ്കിൽ അവഹേളിച്ചത്, അപമാനിച്ചത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ബൈറ്റ്സൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സൈബർ പോലീസിൻ്റെ കയ്യിലുണ്ടാവും. അവർ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ചെയ്തത് എന്താണെന്നും പിന്നെ അവരുടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളായ എല്ലാ ഉപകരണങ്ങളും കണ്ടെടുക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യും. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് രാഹുൽ ഈശ്വരയെ സംബന്ധിച്ച് നമ്മൾ പറയാൻ മറ്റാളുകളൊന്നും അത്ര വ്യക്തമായിട്ട് നമുക്ക് പൊതു സമൂഹത്തിൽ വരാറില്ല. പക്ഷെ അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, സന്ദീപ് വാര്യരും പ്രതിയാണ് കേട്ടോ, KPCC ജനറൽ സെക്രട്ടറിയാണ്, രക്ഷകനാണ്, അതിന് ഞാൻ അങ്ങനെ ചെയ്യുന്ന. സന്ദീപ് വാര്യർ 4ാം പ്രതിയാണ്. അതെ 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 സന്ദീപ് വാര്യരെ സംബന്ധിച്ചുള്ളൂ. അദ്ദേഹം ഒരു ഫോട്ടോ, അതെ, അദ്ദേഹം പറഞ്ഞ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, നമ്മളൊക്കെ കണ്ടതാണ്. അതിജീവിത എന്നിപ്പോൾ നമ്മൾ പറയുന്ന കുട്ടി പണ്ട് വിവാഹിതയായും ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പണ്ട് പോസ്റ്റ് ചെയ്തതാണെന്ന് അപ്പോൾ അവകാശപ്പെടുന്നു. നമുക്കറിയില്ല, അത് അന്വേഷണ വിധേയമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് പണ്ടുണ്ടായിരുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അതിന് ശേഷം ഇത് വന്ന ശേഷം അദ്ദേഹം അത് അറിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. അതുകൊണ്ട് അതിനകത്ത് തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ഡിലീറ്റ് ചെയ്യുന്നത് പോലും ഇത്തരത്തിൽ ഒരു വിവാഹ ഫോട്ടോ ഞാൻ ഇട്ടതാണ്, ഇത് ഇപ്പോഴത്തെ ചില സംഭവവികാസങ്ങളുടെ പേരിൽ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യുന്ന കാര്യം പോലും ആളുകളെ അറിയിച്ചുകൊണ്ട് അതിൽ തന്നെ ഒരു കുബുദ്ധി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഉയരുന്ന വിമർശനമൊക്കെ. അപ്പോൾ മനഃപൂർവ്വം ചില ചെയ്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഇത് അറിഞ്ഞ സമയത്ത് തന്നെ ഈ വ്യക്തി ആരാന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അത് പ്രചരിച്ചതിന് ശേഷം പല ആളുകളും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ് കോപ്പി ചെയ്ത് പ്രചരിപ്പിച്ച് കഴിഞ്ഞ് ആളുകൾ അതിനെപ്പറ്റി വിമർശിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അത്രയും സമയത്ത് അത്രയും കാണിച്ച അനാസ്ഥയെ സംബന്ധിച്ചോളം അദ്ദേഹം ഉത്തരവാദിയാണ്. അതിന് അദ്ദേഹത്തെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ട് കുറ്റവിമുക്തനാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അത് പക്ഷേ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചുള്ള അദ്ദേഹം അവരെ അപമാനിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാനും ഒക്കെ ചർച്ചയിലുള്ള അതിനകത്തൊക്കെ അത് വളരെ വീറോടും വാശിയോടും കൂടി അപമാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ കൂടെ, ഞാനിങ്ങനെ LLB കഴിഞ്ഞാണ്, അഡ്വക്കേറ്റാണ്, ഇതിനകത്ത് കുറ്റമാണെന്ന് എനിക്കറിയാം, എൻ്റെ പേര് കേസ് വന്നോട്ടെ, അറസ്റ്റ് ചെയ്തോട്ടെ, ഞാൻ അത് കോടതി പോയിട്ട് ഞാനത് ഫൈറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദാക്ഷിണ്യത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്തു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ രാഹുൽ മാക്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അതാത് സമയത്ത് ഞാൻ ബന്ധപ്പെട്ടിരുന്നു, അല്ലെ അങ്ങനെയുള്ള ഫോട്ടോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെ അദ്ദേഹം ഇരയ്ക്ക് അയച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്, ചാറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അത് എൻ്റെ കൈവശമുണ്ടെന്നൊക്കെ അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഈ ഒളിവിൽ പോയിരിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഈ രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ ഇപ്പോഴത്തെ വെയറബിൾസ്, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ എവിടെയൊക്കെ പോയിരുന്നു, പിന്നെ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാനും കൂടെ അതിനുള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.